അതിലേക്ക് നയിക്കുന്ന പൈശാചികമായ ശക്തി അവരെ പാപത്തിന്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറയെ നമുക്ക് ശിക്ഷിക്കുവാനോ ഉപദേശിക്കുവാനോ കഴിയാത്തവണ്ണം ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ നിലയിലും ലോകം പുരോഗമിച്ചു. നമുക്കറിയാം, നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ ലോകത്തെ നമുക്ക് കാണുവാൻ കഴിയും, ലോക സംഭവങ്ങളെ നമുക്ക് വീക്ഷിക്കുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇതെല്ലാം പുരോഗമിച്ചെന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം തരുവാൻ ഇവയ്ക്കൊന്നും കഴിയുന്നില്ല. മനുഷ്യരെല്ലാവരും സമാധാനം നഷ്ടപ്പെട്ടവരായി മുൻപോട്ട് പോവുകയാണ്. എവിടെ നോക്കിയാലും പണത്തിന് പണമുണ്ട്, സൗന്ദര്യത്തിന് സൗന്ദര്യമുണ്ട്, ജീവനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യനത് അനുഭവിക്കുന്നുണ്ട്. നാം ഇപ്പോൾ തന്നെ ഈ തിരക്കേറിയ സന്ദർഭങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നു. ആ കാലങ്ങൾ ഉറക്കളച്ച് വളരെ അധ്വാനിച്ച് നിങ്ങളുടെ കുടുംബം പോറ്റുവാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു. എന്നാൽ ഈ പണത്തിന്റെ ഒരംശം പല പ്രിയപ്പെട്ടവർ എല്ലാവരും അല്ലെങ്കിലും ഈ സ്വത്വാർത്ഥമായി അറിയിക്കുക, ഞങ്ങളെ ഇവിടെ കഴിച്ചത് ഇതിന്റെ സൃഷ്ടാവായ ദൈവമാണ്. നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ സൃഷ്ടാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ ഇവിടെ കഴിച്ചത്. നിങ്ങൾ സ്വത്വാർത്ഥമായി കേൾക്കണം, നിങ്ങളെ സത്യം അറിയണം. ഞങ്ങളിത് കണ്ടില്ല, ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നു, ഞങ്ങളിത് കേട്ടില്ലായിരുന്നു പറഞ്ഞൊഴിയുവാൻ ആർക്കും സാധ്യമല്ല. നല്ലവരായ സ്നേഹിതരെ, ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കാം ഇന്ന്. മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നത് നമ്മൾ അറിയുന്നില്ല. നാം പോകുന്ന യാത്രയിലായിരിക്കാം മരണം പതിയിരിക്കുന്നത്. കാരണം കർത്താവ് നിങ്ങളെ പാപങ്ങളെ പരിഹരിച്ചു, കർത്താവ് നിങ്ങളെ രക്ഷിച്ചു. ആ രക്ഷയുടെ സന്ദേശം എല്ലാവരോടും പറയുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരായ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ സ്നേഹിതരെ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദര, നിന്നെ സ്നേഹിക്കുന്നു. സഹോദര, നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് പകൽക്കാലം കേൾപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാൻ, ആ രക്ഷയെ ഗണ്യമാക്കാതെ പോകുവാൻ സ്നേഹിതരെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചെറിയ വാക്കൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ സലാം കുട്ടുകാട് എന്ന് പറയുന്ന മാന്യ സഹോദരൻ ഇപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ആലപിക്കുന്നു. അതിനായി മാന്യ സഹോദരനെ ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിൽ ഒരാളാണ് ഈ പാട്ട് പാടുന്നത്. ആയതുകൊണ്ട് മാന്യ സഹോദരന്റെ ആ ഗാനം ആമെ ശ്രദ്ധിച്ചാലും ദൈവവിളിയുടെ ഈ പ്രോഗ്രാമിനിടയിൽ 2000 മാർക്കോസ് ചേട്ടൻ പാടി ഹിറ്റാക്കിയ ഇസ്രായേൽ നാടൻ എന്ന ഗാനം ഞാൻ എന്റേതായ വോയിസിൽ ഒന്ന് ആലപിക്കാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർദ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അതാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗിത ഭൂമിയിൽ എന്നെന്നും നിറവേറേണമേ. അതാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗിത ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നായേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗിത ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മകിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭാഗ്യവുമായി ഈ ഉലകത്തിൻ ജീവനാൽ വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി
അവതരിച്ചു മകിയിൽ ജീവൻ ബലിമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുവിതഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതായി ലോകം പ്രാന്താലയമായി. ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ? നമ്മുടെ രക്തബന്ധങ്ങളെവിടെ? നിത്യസ്നേഹങ്ങളെവിടെ? ആയിരം ആയിരം യുഗങ്ങളിൽ വരാറുള്ളോർ അവതാരങ്ങളെവിടെ? ദൈവം തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതേ സുഹൃത്തേ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയലാർ എന്ന മാന്യനായ ആ മനുഷ്യൻ, ആ സഹൃദയൻ, മനുഷ്യന്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളും അവന്റെ ഹൃദയത്തെ ആഴമായിട്ട് ഗ്രഹിച്ചതിന് ശേഷം തന്റെ ഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ വാക്കുകളാണ്: മനുഷ്യനാണ് ഈ മതങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യനാണ് ഈ ബന്ധങ്ങളെയൊക്കെ സൃഷ്ടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പേരിൽ അടികൂടുന്നത്. അതേ സുഹൃത്തെ, ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അതെ, ദൈവം നല്ല ആഗ്രഹത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടിച്ച ആദാം അല്ല, ലോക മനുഷ്യ ഈ ലോകത്തിലെ പാപത്തിലേക്ക് അകപ്പെട്ടിട്ട് അവർ ഒരുമിച്ച് പാപ വഴിയിൽ തിരഞ്ഞെടുത്തതിനാൽ, അതിലൂടെ നടന്നതിനാൽ ദൈവം അവർക്ക് വെച്ചിരുന്ന എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. അവന്റെ ജീവിതത്തിൽ അവൻ ലക്ഷ്യബോധമില്ലാത്തവരായി തീർന്നു. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ പേരിൽ അടിയും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ പരിഹാരം എത്തുവാൻ യേശു ഒരിക്കലായി കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ആ യാഗത്തിൽ വിശ്വസിച്ചതിനാൽ കൈവന്നതായ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മനുഷ്യൻ എത്ര ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങൾ നേടിയാലും അവന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതായ വിലപ്പെട്ട ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കണമോ, മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീണ്ടും ഞങ്ങളെ ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ദേശത്തെ പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ.